അതാണല്ലോ എന്നെ കയറ്റി ഇരുത്തിയേക്കണേ. അടിച്ചു നടക്കണ കാലഘട്ടത്തിന് വിവാഹത്തിന് മുമ്പും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. ലോകത്തിലുള്ള എല്ലാ വീട്ടമ്മമാരുടെ കാര്യം ചേർത്ത് പറയണതാട്ടോ. രാവിലെ പുറത്തേക്കൊന്നും ഇറങ്ങി പോകണ്ടല്ലോ, അപ്പൊ വീട്ടിലിരുന്ന് കാര്യങ്ങളൊക്കെ നോക്കിയാ പോരെ, എന്ത് സുഖമുള്ള ജോലിയല്ലേ. ചില ചലഞ്ചസ്, ചില സംഘർഷങ്ങള് എന്നീ കാര്യങ്ങളെല്ലാം ഒന്ന് തുറന്നു പറയാൻ പോവാണ് അല്ലേ. അത് അന്ന് അനുഭവിച്ചത് കൊണ്ട് അതൊരു ഗുണകരമായൊരു പാഠമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഈ ഗ്യാസ് സിലിണ്ടറിന്റെ ഗ്യാസ് തീരണതാ. അപ്പൊ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ ഏജായ ആളായതുകൊണ്ട് എനിക്കും അതിന്റെ വെളിവും വെള്ളിയാഴ്ചയൊന്നുമില്ല. കാരണം പഴയ ആൾക്കാർക്ക് ചായ കൊടുക്കണതാ ഇഷ്ടം. എന്റെ ദൈവമേ, അടുപ്പത്തല്ലേ. രസകരമായൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോ വന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയ വെല്ലുവിളി ഞാൻ നേരിട്ടിട്ടുണ്ട്. അരുതേ അടി കൊള്ളൂന്നൊക്കെ ഇവിടുത്തെ അപ്പച്ചൻ പറയാം. നീ എല്ലാം കേൾക്കാൻ പോണ്ടോ? അതാ ഈ കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അമ്മ അടുക്കള കയറിയോ? അല്ല, പിറ്റേ ദിവസം കയറാതെ പറ്റില്ല. പിന്നെ പെട്ടെന്ന് ആൾക്കാർ വരുമ്പോ എന്നാ ചെയ്യണ്ടേ എന്നുള്ളൊരു ഇതൊക്കെ നമുക്കുണ്ടാവും. എന്നാ അവർക്ക് കൊടുക്കണ്ടേ, ഓൺ ചെയ്തേച്ച് അടുത്തൊന്നും നിൽക്കരുത്, ചിലപ്പോ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് തെറിക്കും, വളരെ ശ്രദ്ധിച്ചോളണം, മുഖത്തേക്കൊക്കെ തെറിച്ച ഭയങ്കര വിഷയമാവും, സൂക്ഷിക്കണോന്ന് അപ്പ. അതെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയാ. ഹലോ, ഇന്ന് ഞങ്ങള് രണ്ടുപേരും കൂടിയാ വന്നേക്കണേ. കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാന്ന് വിചാരിച്ചു. കൊറേ നാളായല്ലോ ഇങ്ങനെ ഇരുന്നൊക്കെ സംസാരിച്ചു. മാർച്ച് 22 ഞായറാട്ടോ. അതെ 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 അതെ, ഉച്ചയ്ക്ക് 12:20 സമയം. അപ്പൊ ഞാന് പറയേണ്ട കാര്യങ്ങളൊക്കെ ഫോണില് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോദ്യം അല്ലേ? അതെ അതെ അതെ. എനിക്ക് പറയാനുള്ളത് വേറൊന്നും അല്ല, വീട്ടമ്മമാരെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ. അതാണല്ലോ എന്നെ കയറ്റി ഇരുത്തിയേക്കണേ. ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വലിയൊരു ഉത്തരവാദിത്തത്തിലേക്കുള്ള ഒരു കാൽവെപ്പാണ് അല്ലെ. അതെ. സാധാരണഗതിയിൽ ഒരു വിവാഹത്തിലൂടെയാണ് പൂർണ്ണമായും ഒരു വീട്ടമ്മ എന്ന വലിയൊരു പദവിയിലേക്ക് ഉയരുന്നത് അല്ലെ. അല്ലാത്ത പക്ഷം നമ്മൾ സാധാരണ അടിച്ചു നടക്കണ കാലഘട്ടത്തിന് വിവാഹത്തിന് മുമ്പും നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. വിവാഹത്തിന് ശേഷം ഒരു ഇൻഡിവിജ്വൽ ഫാമിലി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വീട്ടമ്മയ്ക്ക് അതിൻ്റെതായ ഒരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക് അവര് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു വലിയ പദവി എന്ന് ഞാൻ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, അവര് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയല്ല കൂടുതലും സമയം മാറ്റിവെക്കുന്നത്, വീട്ടിലുള്ള മറ്റ് മെമ്പേഴ്സിന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നു. അവരുടെ പ്രഷ്യസ് ആയിട്ടുള്ള വിലപ്പെട്ട സമയമാണ് അവരതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ജോലിക്ക് പ്രത്യേകിച്ച് റിട്ടയർമെന്റ് ഇല്ല. അതുപോലെ തന്നെ ആജീവനാന്തകാലം ആണ് അവര് ഒരു വീടിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്, ഒരു വീടാകാൻ വേണ്ടി അല്ലെ. എല്ലാ വീട്ടമ്മമാരും ആട്ടോ, ഇവിടത്തെക്കാരിയല്ല പറഞ്ഞ, ലോകത്തിലുള്ള എല്ലാ വീട്ടമ്മമാരുടെ കാര്യം ചേർത്ത് പറയണതാട്ടോ. ഇനിയിപ്പൊ നമ്മള് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോ അതിനിത് വേറൊന്നും തോന്നരുത്. ഏത് നിലവാരത്തിലുള്ള വീടെടുത്താലും ലോകത്തിലുള്ള വീട്ടമ്മമാരുടെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് വീട്ടമ്മ എന്നാൽ അതൊരു വലിയ പദവിയിലേക്കുള്ള ഉയർച്ചയാണെന്ന് ഞാൻ പറയാനായിട്ട് കാര്യം. അപ്പൊ ആ ഒരു പദവി ഇപ്പൊ എത്ര വർഷമായി നിർവഹിക്കുന്നു? 35. ഓ, ഭയങ്കരം തന്നെ. അപ്പൊ അത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഇത് കാണുന്ന പല വീട്ടമ്മമാർക്കും അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരും അതിൽ കുറവ് എക്സ്പീരിയൻസ് ഉള്ളവരും ഉണ്ടാവും. എത്ര തന്നെ ആയാലും അവരൊരു വലിയ കാര്യമാണ് സ്വന്തം വീടിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല. പലപ്പോഴും ഒരു വീട്ടമ്മയുടെ ജോലികൾ എന്തൊക്കെയാണെന്ന് ആരും അങ്ങനെ അറിയാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു വീട്ടമ്മയുടെ ജോലികൾക്ക് വേണ്ടത്ര ഒരു അപ്രിസിയേഷനോ പരിഗണനയോ ഒന്നും അങ്ങനെ കിട്ടാറില്ല എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് അല്ലെ. അമ്മയൊന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് പറയാം. രാവിലെ പുറത്തേക്കൊന്നും ഇറങ്ങി പോകണ്ടല്ലോ, അപ്പൊ വീട്ടിലിരുന്ന് കാര്യങ്ങളൊക്കെ നോക്കിയാ പോരെ, എന്ത് സുഖമുള്ള ജോലിയല്ലേ എന്നുള്ള രീതിയിൽ അത് ഡീഗ്രേഡ് ചെയ്യപ്പെടാറും ഉണ്ട് ചില സാഹചര്യങ്ങളില്. അപ്പൊ അമ്മ ഒരു കുറെ നാളത്തെ ആ ഒരു പഠിത്തവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു വീട്ടമ്മ എന്നുള്ള നിലയിലേക്കുള്ള ഒരു കൺവേർഷൻ, അത് ശരിക്കും ഒരുപാട് കാര്യങ്ങളിൽ
അതില് നമുക്ക് സംശയങ്ങളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള അറിവ് കുറവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെ? ചെറുപ്പത്തില് അല്ല, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കല്യാണം കഴിഞ്ഞതാണ്. അപ്പൊ ആ ഒരു സമയത്ത് പഠിച്ചു നടക്കുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും വീട്ടിലെ അങ്ങനെ നോക്കാറൊന്നും ഉണ്ടാവില്ല. എല്ലാവരും അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് വിവാഹത്തിലൂടെയാണ് ശരിക്കും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങളിലെ സംശയങ്ങളും കൺഫ്യൂഷൻസും, എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, അത് ഞാൻ ചെയ്യേണ്ട കാര്യമാണോ എന്നുള്ള ഒരുപാട് സംശയങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരിക്കാം. അതെല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ആ ഒരു പെട്ടെന്നുള്ള ഒരു കൺവേർഷൻ അല്ലേ, ആ ഒരു കൺവേർഷനിൽ പല സാഹചര്യങ്ങളിലും ഞാൻ ഇനി എന്ത് ചെയ്യണം, എനിക്ക് ഞാൻ ചെയ്യേണ്ട കാര്യമാണോ അത് എന്നുള്ള സംശയമായിരിക്കും ഏറ്റവും കൂടുതൽ വരിക എല്ലാവർക്കും അല്ലെ. അപ്പൊ അങ്ങനെ സംശയങ്ങൾ വരുന്ന സാഹചര്യങ്ങളിൽ മാനസികമായിട്ട് ഒരുപാട് സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ചില ദിവസങ്ങള് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ദിവസങ്ങളായിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ വരുമ്പോ നമ്മൾ അതിനെല്ലാം അതിജീവിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അതിജീവിക്കുന്തോറും നമ്മൾ കൂടുതൽ കരുത്തുറ്റതാവുക ചെയ്യുന്നത് അല്ലെ. അങ്ങനെ നമ്മൾ അതിജീവിച്ചാലേ നമുക്കൊരു വിൽ പവർ ഉണ്ടാവുള്ളൂ. ഈ പഠിച്ചു നടക്കണം നീ പറഞ്ഞതുപോലെ ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോ അതിനെപ്പറ്റി പറയാം. പറഞ്ഞോ? അതെ, അപ്പൊ ഞാനൊരു ജസ്റ്റ് ഒരു ഇൻട്രോ എന്നുള്ള നിലയിൽ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഉള്ള വെല്ലുവിളികളും മാനസിക സംഘർഷങ്ങളും എല്ലാം അതിജീവിച്ചാണ് ഓരോ ദിവസവും ഓരോ വീട്ടമ്മയും കടന്നു പോകുന്നത് അല്ലെ. ഇപ്പൊ എന്തായാലും അത്രയധികം വെല്ലുവിളികളോ സംഘർഷങ്ങളോ ഒന്നും ഇപ്പൊ ഇല്ലാന്ന് തോന്നുന്നു അല്ലെ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെല്ലുവിളികളും സംഘർഷങ്ങളും ഒക്കെ ആ യങ് സ്റ്റേജില് നമുക്ക് ചെയ്യേണ്ടി വന്നത് കൊണ്ട് പിന്നെ ഇനി ഒരു വെല്ലുവിളി വന്നാലും അത് കവർ ചെയ്യാനുള്ളൊരു വിൽ പവർ വന്നു. അതാണ് അതിന്റെ വ്യത്യാസം. ഇപ്പൊ അങ്ങനെ ഉള്ള വിഷയങ്ങളില്ല. പക്ഷെ ഉണ്ടെങ്കിലും അത് അന്ന് അനുഭവിച്ചത് കൊണ്ട് അതൊരു ഗുണകരമായൊരു പാഠമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ അതിനെപ്പറ്റി ഉണ്ടാകാറില്ല. അതാണ് ഒരു വാസ്തവം. പിന്നെ ഹോം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒത്തിരി സംഘർഷം, ഈ പറഞ്ഞ പോലെ സംഘർഷങ്ങളും വെല്ലുവിളികളും ഒക്കെ നിറഞ്ഞ് അതെല്ലാം അതിജീവിച്ച് കടന്നു പോകുന്ന ഒരു വലിയൊരു ടാസ്ക് ആണ് ഒരു പ്രോപ്പർ ഹോം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ. ഒരു വീടായ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ ഏറെക്കുറെ വീട്ടമ്മയുടെ തലയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തുടക്കകാലങ്ങൾ തൊട്ട് ഫേസ് ചെയ്തിട്ടുള്ള ചില ചലഞ്ചസ്, ചില സംഘർഷങ്ങള് എന്നീ കാര്യങ്ങളെല്ലാം ഒന്ന് തുറന്നു പറയാൻ പോവാണ് അല്ലേ. അപ്പൊ ഈ തുറന്നു പറച്ചിലുകള് ചിലർക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് അവരുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടാകും. അതെ, അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ താഴെ ഷെയർ ചെയ്യുക. അപ്പോ ഞാനിതെല്ലാം ചെയ്തതാണല്ലോ, എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റിയല്ലോ എന്നോർത്ത് ചിലർക്ക് അതിനകത്ത് അഭിമാനം തോന്നുന്നുണ്ടാകാം. എത്രയായാലും ഓരോ വെല്ലുവിളികളും നിങ്ങളെ ഓരോരുത്തരെയും കരുത്തുറ്റതാക്കി മാറ്റിയിട്ടുണ്ടാകാം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെ. അങ്ങനെ വെല്ലുവിളി ഉണ്ടായാലാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു പവർ വരുള്ളൂ. അപ്പൊ നമുക്കൊരു ഇതുപോലെ ഒരു മധ്യാഹ്ന സമയത്തിലേക്ക് വരുമ്പോ നമുക്ക് മറ്റുള്ള സംഗതികളെ അതിജീവിക്കാനായിട്ട് നല്ലൊരു കഴിവ് വരും എന്നാണ് എനിക്ക് നിങ്ങളോട് എന്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യത്തിൽ നിന്ന് പറയാനുള്ളത്. അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. തുടക്കകാലം തൊട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഒരുപാട് വെല്ലുവിളിയൊന്നുമില്ല, എങ്കിലും ഉള്ള കാര്യങ്ങൾ പറയാം. ചെറിയ ഫാമിലി ആയിരുന്നു ഇവിടെ, അതുകൊണ്ട് അതിൻ്റെതായ വെല്ലുവിളികൾ കുറവായിരുന്നു. ഞാൻ പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിച്ച് നടന്നിട്ട് ഡിഗ്രി കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പം ഞാൻ 1.5 വർഷം വീട്ടിൽ നിന്നതുകൊണ്ട് എൻ്റെ വീടും ഈ വീടും കൃഷിവല കുടുംബമായതുകൊണ്ട് കുറേ കൃഷി സംബന്ധിച്ച കാര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ സംഭവിക്കുന്ന വികാസങ്ങളൊക്കെ പണിക്കാർ രാവിലെ ഉണ്ടാകും പറമ്പിപ്പണിക്ക്. അപ്പം അവർക്ക് അന്നത്തെ കാലത്തൊക്കെ ഇതുപോലെയല്ല, വീട്ടിൽ ഭക്ഷണം ഒരുക്കണം. അപ്പം ഇതൊക്കെ ഞാൻ കണ്ടു ശീലിച്ചത് കൊണ്ട് ഇവിടെ വന്നപ്പോഴും അങ്ങനെ അതിനോടങ്ങ് യോജിച്ചു പോവാൻ എനിക്ക് സാധിച്ചു എന്നുള്ള ഒരു മഹത്തായ കാര്യം ഞാൻ ആദ്യം പറയാം. കാരണം ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഈ കൃഷിപ്പണി ഉള്ളത് കൊണ്ട് ഇങ്ങനെ പണിക്കാരുണ്ടാവും. കാര്യം ഗ്രാൻഡ് മദറിന് പ്രായമായെങ്കിലും അവര് ഏലിമാമ ജാനകിമാമ അങ്ങനെ 2-3 പേരൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ ഇത് ചെയ്ത് കൂട്ടി ഇണക്കണേ. അത് കുറെ പണിക്കാരുണ്ടാവും. ഈ റബ്ബർ പറമ്പുണ്ട്, പിന്നെ പാടത്ത് കൃഷിയുണ്ട്, തെങ്ങും പറമ്പ്, ഇതിലെല്ലാം
എല്ലാം പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കണം നമ്മൾ. അപ്പം അവരിങ്ങനെ പുറത്തിങ്ങനെ ഇട്ടുണ്ടാക്കണം. ഇതൊക്കെ കണ്ട് ശീലിച്ചത് കൊണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ അത്രയും കൃഷിയില്ലെങ്കിലും കൃഷിവല കുടുംബം തന്നെയാണ്. പക്ഷെ ഒരു ഒതുക്കമുണ്ട് കുറച്ചുകൂടെ. ആ ഒതുക്കമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തെങ്ങും പറമ്പാണ്, പിന്നെ പാടത്തെ കൃഷി, മറ്റുള്ള കൃഷി പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടെ ഒതുങ്ങിയ ഒരു രീതിയിലാണ്. കാരണം ഇത് ഇൻ ബിറ്റ്വീൻ ഞങ്ങളുടെ കിഴക്ക് ഭാഗമല്ലേ, പിറവം മേഖലയിൽ, ഇത് മുളന്തുരുത്തി ആകുമ്പോൾ കുറച്ചുകൂടെ വ്യത്യസ്തതയുണ്ട്. മറ്റേത് ഗ്രാമം, ഇത് കുറച്ചൊരു ടൗണിന്റെ ഒരു പ്രതീതിയൊക്കെ ഉണ്ട്, പ്രതീതി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യത്യസ്തതയുള്ളത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നല്ല കൃഷിയുടെ ഇതൊക്കെ കണ്ടേക്കണോണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഇവിടെ വന്നപ്പോ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെയും സഹായിക്കാൻ ഒരു ശോശമാമ്മ എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് അമ്മച്ചീനെ ഹെൽപ്പ് ചെയ്യാൻ, അമ്മച്ചിയൊക്കെ ഏജായ ആളായിരുന്നുണ്ടായിരുന്നതുകൊണ്ട് കുറച്ചൊക്കെ അതൊക്കെ സോൾവ് ചെയ്ത് പോകും. എന്നാലും ഈ പഠിച്ചു നടക്കുമ്പോൾ നമ്മൾ വേറൊരു വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് വീട്ടിലെ അമ്മയും അമ്മായിയും കൊച്ചപ്പൻ്റെ ഭാര്യമാരും ഒക്കെ എന്നോട് പറഞ്ഞിങ്ങനെ വേറൊരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുവാണ്, അവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അവിടെയായിട്ട് നമ്മൾ മാക്സിമം അങ്ങ് ഒത്തുപോകണം. ഇവിടെ പിന്നെ അപ്പനും അമ്മയും ഒരു ഹസ്ബൻഡ് ഒരാളെ ഉള്ളൂ. ഞാൻ പറയാറുണ്ടല്ലോ വേറെ മക്കളില്ല. അപ്പം ഹസ്ബൻഡ് രാവിലെ 8 മണിക്ക് ജോലിക്ക് പോകും, വൈകിട്ട് 5:30-6 ആകുമ്പോഴാണ് വരണത്. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചനും അമ്മച്ചിയും മാത്രമേ പിന്നെ ഈ വീട്ടിലുള്ളൂ. പിന്നെ അപ്പച്ചൻ്റെ ബന്ധുമിത്രാദികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ, അത് പിന്നെ സ്വാഭാവികം. അതെ, അല്ല അത് ഉള്ള കാര്യം പറയുവാണല്ലോ. അപ്പൊ ഇങ്ങനെ ബന്ധുമിത്രാദികളൊക്കെ വിസിറ്റിന് വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ചെറിയ ഇതുണ്ടോ. പിന്നെ ഈ കൃഷി ഉള്ളപ്പോൾ മാത്രമേ ഇവിടെ പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളും ഉള്ളൂ. പറമ്പിൽ ഇപ്പൊ തെങ്ങ് കയറലും വാഴ വെക്കലും അങ്ങനെയൊക്കെ ഉള്ളത്. തെങ്ങ് കയറാൻ ആള് വരും, അപ്പൊ അപ്പച്ചനൊക്കെ പുറകെ പോവും, തേങ്ങ ചുമക്കാൻ ആളുണ്ട്, അപ്പൊ അമ്മച്ചി അതിന്റെ മേൽനോട്ടത്തിന് പോകും. അപ്പൊ അതിനൊന്നും ഭക്ഷണമൊന്നും കൊടുക്കണ്ട. പിന്നെ പാടത്ത് പണിക്ക് ഭക്ഷണം കൊടുക്കും. ഈ കരിയിലേടി പറമ്പിലെ പണി ഇങ്ങനെ വാഴ പിരിച്ചു വെക്കൽ അങ്ങനെയൊക്കെ. അപ്പച്ചനും മാത്തുച്ചേട്ടനും കുഞ്ഞുഞ്ഞേട്ടനും അങ്ങനെ 2 പണിക്കാർ ഇവിടെ സ്ഥിരം ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോ. ഇവിടെ ചേട്ടന്റെ വീട്ടിലുമായിട്ട്. അപ്പൊ അവരുടെയൊക്കെ കൂടെ അപ്പച്ചൻ ഇങ്ങനെ പണിക്ക് ഇറങ്ങും. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ട, അവർക്ക് വൈകിട്ട് ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. അത് മിക്കവാറും അമ്മച്ചി ഉണ്ടാക്കണ ഈ അരി വെറ്റിച്ചത്, പുട്ട്, അങ്ങനെയൊക്കെയുള്ള എളുപ്പത്തിലുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ കുറെ കൃഷി ഇത് കണ്ടേച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അതിനൊക്കെ കുറെ കുറവുണ്ട്, ഇവിടെ കുറവുണ്ട്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സൗകര്യങ്ങൾ പോലെ ഒരുപാട് പൈപ്പ്, മോട്ടർ, കറണ്ട്, ഫാന്, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട്. ഗ്യാസ് ഇതെല്ലാം ഉണ്ട്. മിക്സി, വാഷിംഗ് മെഷീൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് ഇവിടെ ഗിഫ്റ്റായിട്ട് ചേച്ചിമാർ കൊടുത്തു, വല്യപ്പൻ്റെ മക്കൾ കൊടുത്തു. അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഒരു ഗ്യാസ് സിലിണ്ടറൊക്കെ എൻ്റെ വീട്ടിലും ഈ വീട്ടിലും അന്നുള്ളത് ഒറ്റയ്ക്കൊരു സിലിണ്ടറാണ്. ഒരു സിലിണ്ടർ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിലിണ്ടർ നമുക്ക് കിട്ടണം. അന്ന് ഇവിടെ ഗ്യാസ് ഏജൻസി ഇല്ല. ഞാൻ വന്ന കാലഘട്ടത്തിലെ കാര്യമാണ് പറഞ്ഞത്. അന്ന് തൃപ്പൂണിത്തുറ ഗ്യാസ് വന്നത്. പക്ഷെ അതിൻ്റെ ഒരു സബ് ഏജന്റ് മുളന്തുരുത്തി കരട്ടക്കുരിശിങ്ങയുണ്ട്. അപ്പൊ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിയുമ്പോഴായിരിക്കും ഗ്യാസ് സിലിണ്ടറിന്റെ ഗ്യാസ് തീരുന്നത്. അപ്പൊ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ ഏജായ ആളായതുകൊണ്ട് അപ്പച്ചൻ അത് കൊണ്ടുപോയി കൊടുത്തേച്ച് തിരിച്ച് മേടിച്ചുകൊണ്ട് വരാനുള്ള ഇതില്ല, ഓട്ടോറിക്ഷ വിളിക്കണം. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. തന്നെയല്ല അപ്പച്ചനെ അത് മാനേജ് ചെയ്യാൻ അറിയാൻ മേല അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രായമായ ആളാ, അത് അവരുടെ കുറ്റമല്ല. അതെവിടെ കൊണ്ടുപോയി കൊടുക്കണമെന്നുള്ളതും എനിക്കും അതിന്റെ വെളിവും വെള്ളിയാഴ്ചയൊന്നുമില്ല. കാരണം കടയൊക്കെ എനിക്കറിയാൻ കൊടുക്കണം, പക്ഷെ നമ്മളത് എങ്ങനെയാ ചെന്ന് പറയേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയാൻ മേല. അപ്പൊ ഇപ്പൊ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ അന്ന് ലാൻഡ് ഫോൺ ഇല്ല. ലാൻഡ് ഫോൺ വന്നത് 90s-ലാണ്. 90s എന്ന് പറഞ്ഞാൽ 89 കഴിഞ്ഞ് 93 ഏതാണ്ടായപ്പോഴാന്ന് തോന്നുന്നു ലാൻഡ് ഫോൺ. അപ്പൊ ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡ് 5:30 വരുമ്പോഴാണ് നമുക്കിവിടെ ഗ്യാസ് തീർന്നിരിക്കുക എന്ന് പറയണത്. അപ്പൊ പറയണ അപ്പം തന്നെ ഈ സ്കൂട്ടർ ഡ്രസ്സ് മാറാതെ അപ്പം തന്നെ ആ ഷോപ്പിൽ പോകും അവിടെ സിലിണ്ടർ ഉണ്ടോയെന്ന് അറിയാൻ. അപ്പം സിലിണ്ടർ ഉണ്ടെന്ന് പറയുവാണെങ്കിൽ തിരിച്ചു വന്നേച്ച് ഓട്ടോറിക്ഷയിൽ ഈ സിലിണ്ടർ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചെങ്കിൽ വരും ഫുൾ സിലിണ്ടർ ആയിട്ട്. എന്നിട്ട് സിലിണ്ടർ ഇവിടെ കൊണ്ടുപോയി വെച്ച് എംറ്റി സിലിണ്ടർ അവിടെ കൊണ്ടുപോയി കൊടുക്കും. അപ്പം അന്നേരം ആള് സ്കൂട്ടറിന് പോകും, ഓട്ടോറിക്ഷയിൽ സാധനമായിട്ട് പോകും. അപ്പം അങ്ങനെയാണ്. അപ്പം ചിലപ്പോൾ കാലത്തെ മുതൽ ചിലപ്പോൾ വൈകുന്നേരം വരെയും ഗ്യാസ് ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരും. ഈ ചായയും കാപ്പിയും തകത്തിലും അതൊക്കെ ഭയങ്കര വിഷമാണ് അന്നേരം. അത് ബുദ്ധിമുട്ടാണ് കറിയൊല്ലത്തിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ചോറ് വയ്ക്കണം പിന്നെ അടുപ്പത്താണ്. ഒരു 10 വർഷമായോളൂ ഇപ്പം നമ്മൾ ഗ്യാസിലേക്ക് ഫുൾ ചോറ് വെപ്പ് മാറിയിട്ടു കേട്ടോ. അപ്പം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു പ്രാവശ്യം ഒരു അനുഭവം ഉണ്ടായി. അതായത് ഗ്യാസ് ഇവിടെ ഉച്ചയായപ്പോൾ തീർന്നു, ഉച്ചയ്ക്ക് മുമ്പ് തീർന്നു. പക്ഷെ ഒരു പ്രതീക്ഷയില്ലാതെ ഇവിടെ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ബന്ധുക്കള്, ഒരു എന്നിലും ഇളയതാ, അപ്പം എനിക്ക് ഇളയ ആൾക്കാരെ പേരൊന്നും ഞാൻ പറയണില്ല, അവരിവിടെ വന്നു, ഭാര്യയും ഭർത്താവും. പക്ഷേ
ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഗ്യാസ് തീരണത്. അവര് എതിർച്ചാലാ വന്നെ. വന്നപ്പോഴേ തന്നെ അമ്മച്ചി പറഞ്ഞു, മോളെ നമുക്കവർക്ക് ജ്യൂസ് കൂടി ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ അമ്മച്ചിയോട് ഒന്ന് ജ്യൂസ് കലക്കാന്ന് പറഞ്ഞപ്പോ പഴയ ആൾക്കാർക്ക് ചായ കൊടുക്കണതാ ഇഷ്ടം. അല്ല, നമുക്ക് ഒരുപാട് പാല് കാച്ചി ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ പശുക്കറവ ഉണ്ടായിരുന്നുണ്ട്, അപ്പൊ നമുക്ക് ചായ തകർത്താന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, അടുപ്പത്തല്ലേ. അപ്പൊ പക്ഷെ അമ്മച്ചി അത് തീ കത്തിച്ച് വേഗം സംഗതി ശരിയാക്കി കേട്ടോ. അമ്മച്ചിയാ ചായ തകർത്തിയതാ. ചായ തകർത്തിയത് കൊടുത്തു കഴിഞ്ഞപ്പോ അവർക്ക് ഗ്യാസ് തീർന്നിരിക്കുക എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. പക്ഷെ ഭയങ്കര സ്നേഹമുള്ള കൂട്ടരാട്ടോ. ഇപ്പോഴും അവരുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ഉണ്ട്. ഇവിടുത്തെ സ്വന്തം ബന്ധുക്കളാ. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഏതാണ്ട് 1-2 കറിയോളൂ. അവര് വന്നത് 11 മണിക്കാ, പകല. പകൽ ഉച്ചയ്ക്ക് മുമ്പാ. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീട്ടിൽ പോകാനായിട്ട് അവര് വന്നെ. അമ്മച്ചി വേറൊരു വീടും ഉണ്ട് ഇവിടെ, റിലേറ്റീവിന്റെ തന്നെ അടുത്തുള്ള. അപ്പൊ അവിടെ ഇവിടെയും പോണം. ഇവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ ആ വീട്ടിലേക്ക് പോകാനുണ്ട്. അപ്പൊ എന്റെ മനസ്സിലിരിക്കുന്ന രസകരമായ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോ വന്നു. അപ്പൊ ചായ കുടിച്ചു, ഉച്ചയ്ക്ക് ഉണ്ണും. അതെനിക്കറിയാം. 11 മണിക്കാകുമ്പോൾ നമ്മൾക്ക് ചോറ് കൊടുക്കാതെ പറ്റില്ല. ഉച്ചയ്ക്ക് ഉണ്ട് കഴിഞ്ഞാൽ ഉച്ചയൂണും കഴിഞ്ഞ് വൈകുന്നേരം ചായക്ക് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കൊടുക്കണേ. അതും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അപ്പനെ കാണണമല്ലോ. അപ്പൊ അമ്മച്ചി പറയുന്നുണ്ട്, സിസിൽമോൻ 5:30 ആവും വരുമ്പോ, സിസിൽമോൻ 5:30 ആവും വരുമ്പോന്ന്. അന്നേരം അവര് പറഞ്ഞു, അമ്മായി കുഴപ്പമില്ല, ഞങ്ങൾ വന്ന് കണ്ടട്ടെ പോണോളൂ എന്ന് പറയണുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ മുഴുവനും അന്നേരം ഇരിക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വന്ന് കണ്ടു കഴിയുമ്പോ ഇവര് ഇവിടുന്ന് വേറൊരു വീട്ടിലേക്ക് ഇവർക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ റിലേഷനുള്ള വീട്, ആ വീടും അവർക്ക്. അപ്പൊ അങ്ങോട്ട് പോകുമായിരിക്കും എന്നുള്ള ചിന്തയാണ്. ഒരു 5-8 കിലോമീറ്റർ ഇവിടെ നിന്നുണ്ട് കേട്ടോ ആ വീട്ടിലേക്ക് മനസ്സിലിരിക്കുന്നത്. പക്ഷെ 5:30 ആയപ്പോ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇവരെ കണ്ട് നിന്നെ എടുത്തോണ്ട് ഇങ്ങനെ നടക്കും. ഇവള് ചെറുതാ. ഇവളെ എടുത്തോണ്ട് ഇങ്ങനെ ഈ വഴി അയൽവക്കത്തുള്ള ഈ നമ്മുടെ ഇങ്ങോട്ടുള്ള വഴി കൂടെയൊക്കെ അവർ രണ്ടുപേരും കൂടെ നടക്കും. അപ്പൊ അമ്മച്ചി എന്നോട് നമുക്ക് കൂട്ടാൻ വെക്കാൻ എന്തെങ്കിലും വെക്കണം, അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഫോൺ വിളിക്കാനുള്ള അന്ന് ലാൻഡ് ഫോൺ ഇല്ല. ലാൻഡ് ഫോൺ ഇല്ലാത്തത് കൊണ്ട് കമ്പനിയിലേക്ക് ഇരിക്കുന്ന ആളെ ഒന്നും അറിയിക്കാൻ പറ്റൂല എന്തെങ്കിലും മേടിച്ചോണ്ട് വന്നോന്ന് പറയാൻ. ഗ്യാസും ഇല്ല. 5:30 ആയപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഓട്ടോമാറ്റിക് ടൈമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവരിവിടെ ഉണ്ട്. അപ്പം ഹസ്ബൻഡിനും അറിയില്ല ഗ്യാസ് തീർന്നിരിക്കുക എന്നുള്ളത്. അപ്പം ഉടനെ തന്നെ ഇങ്ങനെ ഗ്യാസ് തീർന്നു അമ്മച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴേ പറഞ്ഞു, അപ്പം തന്നെ എന്നാൽ ഇവർ വന്നവരോട് പറഞ്ഞു, ഞാൻ ഈ സിലിണ്ടർ അവരുടെ ഷോപ്പിൽ ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരനും കൂടെ പോയി. ഏത് മണവാളൻ കൂടെ വന്നയാള് നല്ല ലവിങ് ആയിട്ടുള്ള ഒരു പുള്ളിയാ. ഞാനും പോരാളിയാന്ന് പറഞ്ഞ് കയറിപ്പോയി. അവിടെ നിന്ന് ഓട്ടോറിക്ഷ വന്ന് സിലിണ്ടർ കിട്ടി. അതോടുകൂടി പകുതി ആശ്വാസമായി. എന്നിട്ട് അപ്പൊ ആ പുള്ളിയോട് പറഞ്ഞു, നമുക്ക് കുറച്ച് സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു പോവാം, അവര് ഇവിടെ ക്യാമ്പാന്ന്. അപ്പൊ എന്നിട്ട് അതെന്നാന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ നിൽക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാ. അത് കാരണം അപ്പൊ സാധനങ്ങൾ മേടിച്ച് ഗ്യാസ് വന്നപ്പോ എനിക്ക് ആശ്വാസമായി, ഇനി ആര് നിന്നാലും വേണ്ടില്ല എന്നുള്ളത്. ഇപ്പൊ ഗ്യാസ് അങ്ങനെ കിട്ടി. പക്ഷേ അല്ല, ഭയങ്കര സംഘർഷ. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാം. ഒരുപാട് സമയം എടുക്കും അത് പറഞ്ഞു. രസകരമാണ് ഇപ്പൊ ആലോചിച്ച. പക്ഷെ ഇപ്പോഴും നല്ല രസമാണ് അവരെ കാണുമ്പോൾ. ഞാൻ എപ്പോഴും അത് ഓർക്കും. അതായത് പക്ഷെ ആ വന്ന പുള്ളിക്കാരി എന്ത് ചെയ്യാനും തയ്യാറാ. അന്ന് ക്ലീൻ ചെയ്തൊന്നും മീൻ കിട്ടൂല. മാർക്കറ്റിൽ നിന്ന് എന്തോ മീൻ എന്നാന്നൊന്നും ഞാൻ ഓർക്കണില്ല, മേടിച്ചുകൊണ്ട് വന്ന പുള്ളിക്കാരി തന്നെ വെട്ടി. മണവാട്ടി എന്ന് പറഞ്ഞ മണവാട്ടി ഇവിടത്തെ ബന്ധു, മണവാളൻ വേറെ, കല്യാണം കഴിച്ച് വിട്ടതാ, ഇവിടത്തെ റിലേറ്റീവാ. അപ്പൊ പുള്ളിക്കാരി തന്നെ പുറത്തിട്ട് വെട്ടി. അമ്മായി എങ്ങനെയാന്ന് ചോദിച്ചു. അമ്മച്ചോട് ചോദിച്ചു, വറക്കാൻ കുറച്ച് അമ്മച്ചി എടുത്തു വെച്ചു. എന്നാ മീനാന്നൊക്കെ ഞാൻ മറന്നുപോയി. അപ്പൊ നീ ഇങ്ങനെ കാന്ന് കിടന്ന് കരയും. അപ്പൊ ഈ ഒന്നും അല്ല, നടന്ന് പിച്ച വെച്ചു. അപ്പൊ ആ പുള്ളിക്കാരൻ എടുത്തോണ്ട് നടക്കും. പിന്നെ അപ്പൊ വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പൊ എടുത്തോണ്ട് നടന്നോളൂല്ലോ, കുഴപ്പമില്ല. അപ്പൊ ഇവരൊക്കെ പിന്നെ ഇതിൽ കൂടെ ഒക്കെ ഇവിളെ കൊണ്ട് നടന്ന്. പക്ഷെ നല്ലൊരു അനുഭവം ആണെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് കിടക്കാൻ നേരത്തെ അപ്പച്ചൻ പറഞ്ഞു, ഇങ്ങനെ അപ്പച്ചൻ എന്നാ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി കിടക്കാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു റൂം കൊടുക്കണം. അപ്പൊ 3 റൂം ഉണ്ടെങ്കിലും അപ്പൊ പറഞ്ഞു അതൊന്നും വേണ്ട, അപ്പൊ ഉള്ളിടത്ത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കിടന്ന് പിറ്റേ ദിവസം രാവിലെ അവര് ഞാൻ പറഞ്ഞു, നേരം വെളുത്ത് എഴുന്നേക്കുമ്പോഴേ നമുക്ക് അവരെ വിടാൻ പറ്റൂല എന്ന് അമ്മച്ചിയോട് പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് ആട്ടിയൊക്കെ എടുക്കണം, അതൊക്കെ എനിക്ക് അന്ന് ടാസ്കാ, ഭയങ്കര ടാസ്കാ. മിക്സി പ്രവർത്തിക്കാൻ അറിയാം, പക്ഷെ ഭയങ്കര ടാസ്കാ. അത് നേരത്തെ വെള്ളത്തിലിട്ടാലല്ലേ കുതിർന്ന് കിട്ടുള്ളൂ. അതിനുള്ള ബോധവും ഇല്ല. അതും പറയാലോ, അത് തുറന്നു പറയണതിനൊരു മടിയില്ല. അപ്പൊ രാവിലെ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, നമുക്ക് നേരം വെളുക്കുമ്പോഴേ ചുമ്മാ ചായ കൊടുത്ത് വിടാൻ പറ്റൂല്ലോ നമുക്ക്. അന്നേരം അമ്മച്ചി പറഞ്ഞു, വേണ്ട പുട്ടുപൊടി വറുത്ത് ശോശാമ്മി ഇവിടെ വറക്കണേ, പണിതോണ്ടിരുന്ന ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പഴം വേണ്ടതുണ്ട്, അപ്പൊ പുട്ടും പഴമൊക്കെ. അപ്പൊ രാവിലെ പക്ഷെ കമ്പനിയിൽ പോണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി കുഴപ്പമൊന്നുമില്ല, എന്നാന്ന് വെച്ചാൽ ഈ കൊച്ചിനെ എടുത്തോണ്ട് പുള്ളി നടന്നോളൂന്നേ. അപ്പൊ തേങ്ങ എണ്ണൊക്കെ വന്ന പുള്ളിക്കാരിയാ, മണവാട്ടി. എനിക്ക് ഭയങ്കര മെമ്മറി അവരിൽ എപ്പോഴും ഞാൻ അവരുടെ കാര്യം ഓർക്കും. എന്നിട്ട്
എന്നിട്ട് തേങ്ങ അരണ്ടി പുട്ടൊക്കെ ഉണ്ടാക്കിയത് അമ്മച്ചിയാട്ടോ. പുട്ടും ഉണ്ടാക്കി ഈ ചായയും കുടിച്ച് സന്തോഷമായിട്ട് ഇതേ ബന്ധത്തിലുള്ള വേറൊരു വീടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ വീട്ടിലേക്ക് ഇവര് പോയി. പക്ഷെ എനിക്ക് ഇന്നും അത് ഓർക്കുമ്പോ ഞാൻ ഓർക്കുമ്പോ 10-25 വയസ്സ് എനിക്ക് ഉള്ള ആ സമയത്ത് അവര് വന്നപ്പോ ഈ ഗ്യാസും തീർന്നിരിക്കണം. ഇത് ഉച്ചത്തെ വൈകുന്നേരത്തേക്ക് 6:30 ആയപ്പോഴത്തേക്കും ഗ്യാസ് കിട്ടി നമുക്ക്. അത് ഞാൻ പറഞ്ഞില്ല, ഒരു സബ് ഏജന്റ് ഉണ്ട് ഒരു ഷോപ്പിൽ. അപ്പൊ അവിടെ നിന്ന് സംഗതി കിട്ടി. പക്ഷെ ആളിവിടെ വരാതെ ഇത് ഗ്യാസ് എടുക്കാൻ പറ്റൂല്ലോ. പക്ഷെ അവര് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യണ വ്യക്തികളായിരുന്നു. ഇപ്പൊ അവരുടെ മക്കളൊക്കെ പുറത്താട്ടോ, അത് വേറെ വിഷയമല്ല. ഞാൻ പറയുക, ഇപ്പോഴും ഇപ്പൊ അവർക്കും ഒക്കെ പ്രായമൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ അങ്ങനെ വലിയ വരവൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു വലിയ വെല്ലുവിളി ഞാൻ നേരിട്ടിട്ടുണ്ട്. അത് എനിക്ക് ആ പ്രായത്തിൽ ഭയങ്കര ഒരു വെല്ലുവിളിയാ. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരേ സാഹചര്യങ്ങൾ വരുമ്പോ നമ്മൾ അങ്ങോട്ട് യൂസ്ഡ് ആയി പോണതാ. ഇപ്പൊ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അന്ന് ഗ്യാസ് ഉണ്ട്, സിലിണ്ടർ ഒന്നേ ഉള്ളൂ. 2.5 വർഷമായിട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അന്നൊക്കെ ഈ സെക്കൻഡ് സിലിണ്ടർ ഒക്കെ കിട്ടാൻ കുറെ ഗുലുമാലുകളുണ്ട്. പക്ഷെ അപ്ലൈ ചെയ്തിട്ടിട്ട് 2.5 വർഷമായിട്ട് കഴിഞ്ഞാണ് സെക്കൻഡ് സിലിണ്ടർ കിട്ടുന്നത്. അന്നും തൃപ്പൂണിത്തുറയിൽ ഭാരതി ഗ്യാസിന്റെ കണക്ഷനാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. പിന്നെ തൃപ്പൂണിത്തുറയിൽ നിന്ന് മാറ്റി ഇങ്ങോട്ടായെന്ന് ഞാൻ പറയൂ. അപ്പൊ 2 സിലിണ്ടർ ഉണ്ടെങ്കിൽ 1 സിലിണ്ടർ തീരുമ്പോ 1 സിലിണ്ടർ ഓട്ടോമാറ്റിക് വെക്കാലോ. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു വെല്ലുവിളി ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ പറഞ്ഞില്ല, വന്നവര് വളരെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. അതെ, ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അവര് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അതല്ലാതെ വേറൊരാളെ പറ്റി ചിന്തിക്കുകയില്ല, ഞാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. സമൂഹം പല ടൈപ്പാണ്, നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല, ഓരോരുത്തരും ഓരോ ടൈപ്പാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാർ വളരെ വാല്യുബിൾ ആണെന്ന് ഞാൻ പറയാ. അങ്ങനെയുള്ളവര് വളരെ കുറവാ ശരിക്കും. പിന്നെ ആ ഫാമിലിയിൽ നിന്ന് തന്നെ കല്യാണം കഴിഞ്ഞ് വേറൊരു കപ്പിൾസ് ഇങ്ങനെ ഇവിടെ വന്ന് താമസിച്ച്, അന്നേരം പിന്നെ ഇങ്ങനത്തെയുള്ള വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്കൊരു ഐഡിയ ഇല്ല വരൂ എന്നുള്ളത്. ഇപ്പോഴാണെങ്കിൽ ഫോൺ മാർഗം എല്ലാരും പറയും നമ്മളിവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വന്ന അവരിവിടെ വന്ന് ക്യാമ്പ് ചെയ്തു. പക്ഷെ അന്നേരം പിന്നെ നിനക്ക് കുറച്ചുകൂടെ ഏജ് ആയി. അപ്പൊ നീ നടന്ന പ്ലേ സ്കൂളിലൊക്കെ പോണ സമയം, അന്നേരം പിന്നെ അത്രയും ബുദ്ധിമുട്ട് നമുക്കില്ല. അത് തന്നെയല്ല, അന്നേരത്തേക്ക് ഗ്യാസ് സിലിണ്ടർ ഒക്കെ 2 ആയി വീടുകളിൽ. ഇത് ഞാൻ വന്നിട്ട് അധികം ആയിട്ടില്ല. പക്ഷെ അത് ഭയങ്കര വെല്ലുവിളിയാണെങ്കിലും ഭയങ്കര രസമായിരുന്നു അന്ന്. എന്നാന്ന് വെച്ചാൽ അവരിങ്ങനെ എടുത്തോണ്ട് പോകണം. എനിക്കത് അതിശയ പുള്ളി ഇങ്ങനെ എടുത്തോണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കണം, പുള്ളിയുടെ കഴുത്തിൽ വലിയൊരു മാല കിടപ്പുണ്ട്. അപ്പൊ ഇവക്കടെ പണി എന്നാന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ എടുത്തോണ്ട് നടക്കുവാട്ടോ. ഇട്ട ഡ്രസ്സ് അപ്പൊ കൈലിമുണ്ട് മാറി, ഇവിടെ വന്ന് മുണ്ടൊക്കെ മാറി. അപ്പൊ ഇവളെന്നാ ചെയ്യണെന്ന് വെച്ചാൽ അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മച്ചോടല്ല ചോദിക്കണത്, എന്നോട് ചോദിച്ചു, ചേച്ചി ഒരു തോർത്ത് വേണമല്ലോ എന്ന് പറഞ്ഞു. തോർത്ത് കൊടുത്ത് പുള്ളി തോർത്ത് മേത്തിട്ടേച്ച് ഇവളെ എടുത്തോണ്ട് നടക്കുവാട്ടോ, വേർപ്പ് നിന്റെ മേത്തേക്ക് പറ്റാതിരിക്കാൻ. നല്ല മനുഷ്യനാ. അപ്പൊ ഈ ഏത് സമയം ഇവക്കടെ പണിയുന്നത് പുള്ളിയുടെ മാല ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ ഇതിപ്പോ മുത്തുമാലയാ, മാല ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ വായിൽ വെച്ചോണ്ടിരിക്കും. എന്നിട്ട് ഈ അപ്പച്ചൻ പറയും, അരുതേ അടി കൊള്ളൂ എന്നൊക്കെ ഇവിടുത്തെ അപ്പച്ചൻ പറയാം. അന്നേരം നീ എല്ലാം കേൾക്കാൻ പോണ്ടോ അത്? പിന്നെ അന്നേരം പുള്ളി പറയും, സാരയില്ല ചാച്ച ഞാൻ നോക്കിക്കോളാന്നാ. അത് പൊട്ടിക്കും മോനെ, പൊട്ടുമൊന്നുമില്ല ചാച്ച ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ്. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടാട്ടോ. ഇപ്പോഴും അവര് നല്ല അഡ്ജസ്റ്റബിൾ ക്യാരക്ടർ അവര്. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടായി ഗ്യാസ് സിലിണ്ടർ. അയ്യോ അപ്പനെ അവര് ഞാനെന്നാ വിളിക്കണം, അയ്യോ ഗ്യാസ് ചേച്ചിക്ക് അതൊന്നും കുഴപ്പമില്ല, നമുക്കിപ്പൊ തന്നെ ഗ്യാസ് ഒപ്പിക്കാന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന. അപ്പൊ അത് പിന്നെ അമ്മച്ചിയുടെ ഫാമിലി തന്നെ വേറൊരു കൂട്ടർ വന്നപ്പോഴത്തേക്കും ഇച്ചിരിയോടെ നീ പറഞ്ഞ എക്സ്പീരിയൻസ് ആയി. അന്ന് പിന്നെ ഗ്യാസ് 2 സിലിണ്ടറായി. അപ്പൊ പിന്നെ വേറെ വിഷയങ്ങളില്ല. പക്ഷെ ഈ അമ്മച്ചിയോടുള്ള ഇതുകൊണ്ട് ഇങ്ങനെ വന്നവരൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ അത് ഞാനൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറഞ്ഞതാട്ടോ. ഇവരുടെ സൽക്കാരത്തിന് മുമ്പിൽ അവർക്ക് ഇവിടെ നിൽക്കണം, ഇവിടെ താമസിക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പൊ അങ്ങനെ ഒരു അനുഭവം. പിന്നെ അങ്ങനെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്നാക്കെ ജോലി ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ഈ രാവിലെ പിന്നെ അമ്മച്ചി അധികം ഗ്യാസ് കല്യാണം കഴിഞ്ഞ് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ അമ്മ അടുക്കള കയറിയോ? അല്ല, പിറ്റേ ദിവസം കയറാതെ പറ്റില്ല. അതായത് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അമ്മച്ചി ഇവിടെ ഗ്യാസ് കത്തിക്കുന്ന വ്യക്തിയല്ല. അമ്മച്ചിക്ക് പേടിയ ഗ്യാസ് കത്തിക്കാൻ. അപ്പൊ തീപ്പെട്ടി വരച്ചാൽ അതിൽ ഗ്യാസ് ഇങ്ങനെ, പിന്നെ അപ്പൊ പറയും ഓർമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കത്തിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി ഇങ്ങനെ ഗ്യാസ് സിലിണ്ടറൊക്കെ അല്ല ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒരു ഇതിട്ട് മൂടിയിട്ടേക്കുമായിരുന്നു ഇവിടെ. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചി അടുപ്പിലാ കത്തിക്കണത്. പിറ്റേ ദിവസം രാവിലെ അമ്മച്ചി അടുപ്പിൽ ചായയൊക്കെ തകർത്തി ഇതൊക്കെ
എടുത്തു. പക്ഷേ അത് കഴിഞ്ഞ് 2-3 ദിവസത്തേക്ക് കറികളൊക്കെ ഏതാണ്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ വൈകുന്നേരം 4 മണിയുടെ ചായ ഞാനാ തകർത്തിയത് പിറ്റേ ദിവസം. അതൊന്നും വിഷയമില്ല, ചായ തകർത്തണതും അങ്ങനെയുള്ളതൊന്നും വിഷയമില്ല. പക്ഷെ നമുക്കിങ്ങനെ എന്നാക്ക നമ്മൾ ചെയ്യണോന്നുള്ളതൊന്നും നമുക്കറിയില്ല. പിന്നെ അമ്മച്ചി അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, വേറെ ചേട്ടന് പെങ്ങന്മാർ അങ്ങനെ വേറെ മെമ്പേഴ്സ് ഒന്നുമില്ല, ആർക്കും പണിക്കോ പഠിക്കാനോ ഒന്നും പോവണ്ടാത്ത ഒരു സിറ്റുവേഷനാണ്. ഹസ്ബൻഡ് പോകുമ്പോൾ രാവിലെ ചായ മാത്രം കുടിച്ചാ പോണേ. ഓഫീസ് ക്യാൻറ്റീനിൽ അവിടെ ഉള്ളത് കൊണ്ട് അവിടെ നിന്നാ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അമ്മച്ചി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇപ്പൊ കറക്കി എരിയുവാണെങ്കിൽ ഇങ്ങനെയൊക്കെയാ ചെയ്യണേന്ന് പറയും. എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ഏതാണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇവിടെ അവിടെയും തമ്മിൽ 10-15 കിലോമീറ്ററിന്റെ വ്യത്യാസങ്ങൾ, സ്ഥലങ്ങൾ തമ്മിലുള്ള. അപ്പൊ ഏതാണ്ടൊക്കെ രീതികൾ ഒരേ ഇതായതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ അപ്പച്ചൻ്റെ കുറച്ച് ബന്ധുക്കളൊക്കെ അവരൊക്കെ അങ്ങനെ നിൽക്കണവരായിട്ടൊന്നും അങ്ങനെ ആരും അധികം ഇല്ല. പിന്നെ ആന്റിമാരൊക്കെയാ മറ്റേ ബോംബെ എന്നൊക്കെ വരുമ്പോൾ അവരൊക്കെ വരുമ്പോൾ ഓരോ ദിവസം അതൊക്കെ നമ്മുടെ കൂടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോണവരാ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ ഇതിൽ ഇപ്പൊ എന്നാലും പിന്നെ എന്നാക്കെ ചെയ്യണം എന്നാക്കെ ചെയ്യണ്ട എന്നൊക്കെ ഉള്ള ഒരു, പിന്നെ പെട്ടെന്ന് ആൾക്കാർ വരുമ്പോ എന്നാ ചെയ്യണ്ടേ എന്നുള്ളൊരു ഇതൊക്കെ നമുക്കുണ്ടാവും. എന്നാ അവർക്ക് കൊടുക്കണ്ടേ. അപ്പൊ എന്നോട് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിടും, ഈ വേനൽ ആ സമയത്താണെങ്കിൽ നമ്മൾ സ്ക്വാഷാണ്, ജ്യൂസ് എന്നല്ല പറഞ്ഞ, സ്ക്വാഷ് കലക്കി കൊടുക്കണതാണ് നല്ലത്. പിന്നെ വൈകുന്നേര സമയമൊക്കെ ആണെങ്കിലാണ് ചായ കൊടുക്കണേന്ന്. പക്ഷെ അമ്മച്ചിക്ക് എല്ലാവർക്കും ചായ കൊടുക്കാനാ ഇഷ്ടം. എന്നാന്ന് വെച്ചാൽ പശുവരമയും പാലും ഉള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പച്ചനും അമ്മച്ചിയൊക്കെ മേലാതെയൊക്കെ കിടന്നപ്പോഴത്തേക്കും പിന്നെ എനിക്ക് കുറച്ചുകൂടെ 10-13 വർഷം, ഞാൻ വന്ന് 13 വർഷം കഴിയുമ്പോഴാണ് അവരുടെ മരണം. അപ്പൊ പിന്നെ എനിക്ക് കൂടുതൽ ഇതായി. അന്നേരം ആൾക്കാർ വരുമ്പോ എന്നാക്കെ ചെയ്യണോന്നുള്ളതൊക്കെ നമുക്കറിയാം. പിന്നെ അന്നേരം ആൾക്കാരൊന്നും വരുമ്പോ അങ്ങനെ ആരും താമസിക്കാറില്ല. താമസിക്കുന്ന ഒരു ആന്റി ഉണ്ടായിരുന്നു, ആ ആന്റിയൊക്കെ മരിച്ചു പോയി കേട്ടോ. അപ്പൊ അത് അപ്പച്ചൻ്റെ തന്നെ ബന്ധു ഒരു ആന്റി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് നിൽക്കുമായിരുന്നു. സർവീസിലിരുന്ന ഒരു ആന്റിയൊക്കെ മരിച്ചു പോയി. പിന്നെ ഇവര് സുഖമില്ലാതെ കിടക്കുമ്പോൾ എല്ലാ ദിവസവും ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും ഭാര്യയും എവരിഡേ വരും. അപ്പൊ അവര് വന്ന സൂപ്പർവേഷൻ എല്ലാ കാര്യങ്ങളും നടത്തണോണ്ട് എനിക്ക് പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടില്ല. എന്തെങ്കിലും അപ്പച്ചൻ ഇങ്ങനെ കിടന്ന കിടപ്പായിരുന്നോണ്ട് പറ്റിന്നൊക്കെ പോവും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചേച്ചി വന്ന് ഒരുപാട് എന്നെ സഹായിക്കുമായിരുന്നു. അമ്മച്ചി പിന്നെ അങ്ങനെ അധികം കിടന്നില്ല, പെട്ടെന്ന് തന്നെയുള്ള ഒരു 2 ആഴ്ചത്തേക്കൊക്കെ മേലായി ആയിട്ടിരുന്നോളൂ. അപ്പച്ചൻ കുറച്ച് നാൾ ഇരുന്നായിരുന്നു, ഓർമ്മയൊക്കെ പോയി ഇങ്ങനെയായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ അന്നേരമൊക്കെ പിന്നെ ആൾക്കാർ വരുമ്പോഴത്തേക്കും നമുക്ക് പരിചയമായി. പരിചയമില്ലാത്ത സമയത്ത് ആൾക്കാർ വരുമ്പോൾ പിന്നെ എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കടെ എൻ്റെ വീട്ടിലും ഒക്കെ ഓരോ കല്യാണങ്ങളും ആവശ്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും പോണം. അപ്പൊ ഇവിടെ ചിലപ്പോൾ അമ്മച്ചിക്ക് കൈവേദന ഇങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പല സംഗതികളും റെഡിയാക്കി വെച്ചിട്ട് പോകേണ്ട ചില കാര്യങ്ങളുണ്ടാവും. അപ്പൊ ചിലപ്പോൾ നമുക്ക് സമയം കുറച്ച് ഡിലേ ആവും. അങ്ങനെയൊക്കെ കുറെ വിഷയങ്ങൾ. പിന്നെ നമ്മൾ പെട്ടെന്നൊരു പഠിത്തത്തിൽ നിന്ന് ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു നല്ലൊരു ചേഞ്ച് ആണത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് ജോലിക്കൊന്നും പോകണ്ടല്ലോ, വീട്ടിലിരുന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളും മേൽനോട്ടോ അങ്ങനെയൊക്കെയുള്ള പരിപാടികളും ഇവരുടെ കൂടെ അങ്ങ് ഇടപഴകി പോണ ഒരു ഇതായതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. നേരെ മറിച്ച് ഈ കൂടെ ജോലിയും കൂടെ ചെയ്യണവരാണെങ്കിൽ കാരണവന്മാരും കൂടെയുണ്ട്, മറ്റുള്ള ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ ജോലിക്ക് പോകണം. ചിലപ്പോൾ പിള്ളേരുണ്ടാവും, പിള്ളേരുടെ കാര്യങ്ങൾ, പിള്ളേരെ സ്കൂളിൽ വിട്ടേച്ചായിരിക്കും ചിലപ്പോൾ പോകേണ്ടത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രശ്നമൊന്നും, വീട്ടമ്മ തന്നെ ആയിരുന്നതുകൊണ്ട് പിന്നെ വേറെ പുറത്തേക്ക് അങ്ങനെയുള്ള ഇതൊന്നും പോകണ്ടല്ലോ, അങ്ങനെയുള്ളൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. എനിവേ എന്തായാലും ഈ ചേഞ്ചസ് നല്ലൊരു ഇതാണ്, ഒരു വ്യത്യാസമുണ്ട് 2 സ്ഥലത്തു നിന്നുള്ള ചേഞ്ചസ്. ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ പഠിച്ചു കഴിയുമ്പോഴേ ജോലിയിൽ കയറും. അപ്പൊ പിന്നെ അവർ അങ്ങനെയുള്ളൊരു ലൈഫിലേക്കാണ് അവരുടെ. പിന്നെ അവർക്ക് ഇപ്പൊ ജോലിയാണെങ്കിൽ അതിനോടനുസരിച്ചുള്ള ഒരു ഇതായിരിക്കും വന്നത്. അപ്പൊ അതനുസരിച്ച് അവർ ചിലപ്പോൾ മാറി താമസിക്കുമായിരിക്കും. അപ്പൊ അവരുടെ ലൈഫ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഈ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കത്തിക്കാനായിട്ട് എപ്പോഴും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിറക് വരെയുണ്ട്, അതിൽ ഇങ്ങനെ കെട്ടി ഇങ്ങനെ വിറക് വെട്ടിക്കീറി വെക്കും. മടലൊക്കെ വെട്ടിക്കീറി വെക്കണത്, തെങ്ങുമടല്. എൻ്റെ വീട്ടിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുണ്ട് ചിരട്ട, തേങ്ങ ഇരട്ടൂല്ലോ. തെങ്ങുമടല് കൂടുതൽ റബ്ബർ വിറക. എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിരുന്നത് റബ്ബർ തോട്ടത്തിലായിരുന്നു. അപ്പൊ തെങ്ങുംപറമ്പ് വേറെ ഉണ്ട്. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ കൊമ്പുകൾ ഒരുപാടുണ്ടാവും. അത് ഈ പണിക്കാരെ കൊണ്ട് വെട്ടിയുരുക്കി വിറക് വരയിൽ അടുക്കി ഇങ്ങനെ വെക്കും. തൊഴുത്തിന്റെ ഒരു സൈഡ് മുഴുവൻ എൻ്റെ വീട്ടിൽ അന്നത്തെ കാലത്ത് വിറക് വരയായിരുന്നു. അപ്പൊ ഈ ഇഷ്ടം പോലെ കൊള്ളിവിറകുണ്ട്. ഇവിടെ ഇങ്ങനെ മരങ്ങളുണ്ടെങ്കിലും ഇവിടെ ഈ തെങ്ങുമടല കൂടുതൽ വെക്കണേ. പിന്നെ ചിരട്ട ഉണ്ടാവും, പൊതുമ്പും ഉണ്ടാവും. പക്ഷെ ഈ തെങ്ങുമടലയിൽ തേങ്ങ കത്ത് പിടിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
അപ്പൊ ഈ കൊമ്പുറകളുണ്ട്, ഒരുപാട് മരങ്ങളുണ്ട്. അതൊക്കെ ഈ ഒടുങ്ങി ആടുമ്പോഴുള്ള കൊമ്പുറകളെ ഉണ്ടാവുള്ളൂ. അപ്പൊ അപ്പച്ചൻ ചെയ്യണ പണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മാവിന്റെയോ പ്ലാവിന്റെയോ ആഞ്ഞിലിയുടെ ഒക്കെ കൊമ്പ് ഇങ്ങനെ ഒടുങ്ങി വീഴും. ഒടുങ്ങി വീണ് കഴിയുമ്പോ ഈ ഇങ്ങനെ കാറ്റൊക്കെ വരുമ്പോ കൊമ്പുകൾ വീഴും. നിറച്ച് പറമ്പില് മരങ്ങളായി ഇവിടുത്തെ. അപ്പൊ ഇങ്ങനെ ഒടുങ്ങി വീണ് കഴിയുമ്പോ അപ്പച്ചൻ എന്നാ ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ ഇരുന്ന് പറയും, ഇങ്ങനെ ഈ തടി ഇങ്ങനത്തെ വിറകായതുകൊണ്ട് കത്ത് പിടിപ്പിക്കാൻ ഭയങ്കര പാടാന്ന് ഇങ്ങനെ ഇരുന്ന് പറയും. അപ്പൊ അപ്പച്ചനത് വീണ് കഴിഞ്ഞ അപ്പ തന്നെ ചെയ്യണ കൈക്കോടാലി ഉണ്ട് അപ്പച്ചന് ചെറിയ. എന്നിട്ട് ആ അത് കൊമ്പ് ഇങ്ങനെ എടുത്തോണ്ട് വന്നേച്ച് കൈക്കോടാലിയും കൊണ്ട് കുരുകുരുന്ന് ഒരുക്കി അടുപ്പിൽ വെക്കാൻ പാകത്തിന് എന്നോട് ചോദിക്കും എന്തോരം നീളം വേണമെന്ന്. എന്നിട്ട് അങ്ങനെ വെക്കാൻ പാകത്തിന് വെട്ടിക്കീറി ഈ മുറ്റത്ത് ഇങ്ങനെ കൊണ്ടുപോയി നിരത്തും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞ് ചിലപ്പോ കാറ്റത്തായിരിക്കും ഉരുണ്ട് വീഴണം, മഴയൊക്കെ വന്നു. അപ്പൊ നനഞ്ഞ് കിടക്കണത് ഉണക്കി കിട്ടാൻ. എന്നിട്ട് വെയിൽ പോണ അനുസരിച്ച് വെയിലുള്ളിടത്തേക്ക് മാറ്റി വെക്കും അപ്പച്ചൻ തന്നെ. എന്നിട്ട് അത് ഉണക്കി അമ്മച്ചോട് പറയും ഇത് എവിടെയാന്ന് വെച്ചാൽ കൊണ്ടുപോയി വെക്കാൻ പറയും. അപ്പൊ വിറക് വരയിൽ കൊണ്ടുപോയി വെച്ച് അങ്ങനെ ഈ ചുള്ളിവിറക് അപ്പച്ചനാണ് എപ്പോഴും ഇവിടെ ശേഖരിക്കുന്നത്. പിന്നെ ചിരട്ടയൊക്കെ ഉണ്ടാവും, പൊതുമ്പോ ഒക്കെ ഉണ്ടാവും. എന്നാലും ചുള്ളിവിറക് ഈ മടല് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയും. മടലെന്ന് വെച്ചാൽ ചകിരിയല്ല, തെങ്ങിന്റെ മടല്, കവളം മടല്. അതിങ്ങനെ കീറിയൊക്കെ അമ്മച്ചി വെച്ചേക്കണത് ഇവിടെ, പണിക്കാരും ഒക്കെ വെക്കണത്. പക്ഷെ എന്നാന്ന് വെച്ചാൽ അതിങ്ങനെ കുറച്ച് കഴിയുമ്പോ കെട്ടുപോകും. കൊള്ളിവിറകാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവിടെ കൊള്ളിവിറകം കയറ്റി വെക്കുക. അപ്പൊ അങ്ങനെയുള്ള വിഷയമില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോ വിഷയങ്ങള് അങ്ങനെ അതൊക്കെ ഒരു ചെറിയ വിഷയമാണെങ്കിലും അന്നൊരു വലിയ വിഷയമായിരുന്നു. ഇപ്പൊ പക്ഷെ അതൊരു നിസാര വിഷയമായിട്ടാ തോന്നാറ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പറഞ്ഞ പോലെ ഓരോന്നിനും ഓവർകം ചെയ്തു വരുമ്പോ അപ്പൊ ആ സമയത്ത് വിറകുണ്ടോന്ന് നമ്മൾ ചിന്തിക്കണം, ഉണങ്ങിയ വിറകുണ്ടോന്ന് ചിന്തിക്കണം. പല സംഗതികളുണ്ട്. പച്ചവിറകായിരിക്കുമെങ്കിൽ അതൊരു വെല്ലുവിളിയാ. പച്ചവിറക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കത്തൂല, ഇങ്ങനെ ഊതിക്കൊണ്ട് നിക്കണം. അതൊക്കെ ആ കാലഘട്ടത്തില് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കൺവേർഷൻ സ്റ്റേജില് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഓവർകം ചെയ്യേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇന്നൊക്കെ ആണെങ്കിൽ നമ്മളത് ചിന്തിക്കും, നാളെ ഇത് കഥ വെക്കണം, വിറകുണ്ടോ, പച്ചവിറകാണോ ഇരിക്കണോ ഉണക്കവിറകാണോ. ഇന്നൊക്കെ അത് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്യും. അന്ന് അങ്ങനെ ഒരു പ്ലാനിങ്ങിന് പക്ഷെ കറി വെക്കുന്ന കാര്യമൊക്കെ അമ്മച്ചിയുടെ പ്ലാനിങ് ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് പിന്നെ അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. അമ്മച്ചി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോരുകറി 2 ദിവസം മൺകലത്തിലെ വെക്കണം. മോരുകറി 2 ദിവസം, പിന്നെ ഒരു വളർത്തുകറി ഉണ്ടാക്കും. പിന്നെ മിക്കവാറും ജോലി കഴിഞ്ഞ് വരുമ്പോ ഹസ്ബൻഡ് മാർക്കറ്റിൽ കയറി വന്നുകൊണ്ട് മീൻ മേടിച്ചാ വന്നത്. പിന്നെ സൺഡേ ഇറച്ചി മേടിക്കും. അപ്പൊ ബീഫായിരിക്കും മേടിക്കുന്നത്. അതൊക്കെ നുറുക്കി, അത് അപ്പച്ചനാ നുറുക്കണത് ഇവിടെ. കുരുകുരുന്നാക്കി ഓർക്കണില്ലേ, കുരുകുരുന്നാക്കി നുറുക്കി വെച്ച് അത് ഞങ്ങളുടെ കസ്റ്റഡിയിൽ തരും. അപ്പൊ നമ്മളത് വേവിച്ച് ശരിയാക്കും. അത് അടുപ്പിലെ വേവിച്ചുകൊണ്ട് നല്ല രുചിയായിരുന്നു. പിന്നെ ഈ മീനൊക്കെ വെട്ടണത് അമ്മയ്ക്ക് അല്ല, മീൻ വെട്ടിക്കിട്ടൂല അന്ന്. എനിക്ക് മീൻ വെട്ടണത് അങ്ങനെ മീൻ വെട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മീനൊക്കെ തിരുമറയിൽ അമ്മ വെട്ടി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അറിയായിരുന്നു. പിന്നെ തിരുമറയൂര് എന്റെ വീട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഈ മോട്ടോർ കുളമൊക്കെ ഇല്ലേ വലിയ പറമ്പിലെ, ആ മോട്ടോർ കുളത്തിലൊക്കെ ഇങ്ങനെ ഈ വരാല് ഇങ്ങനെയൊക്കെ ഉള്ള മീനുകൾ കുളം പറ്റിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അതൊക്കെ കിട്ടുമ്പോ എലിമാമയൊക്കെ അത് അമ്മ പറയും ഇങ്ങനെ ഈ കല്ലേലിട്ട് ഉരച്ച് അതിന്റെ ഈ മണലിടും, അങ്ങനെ ഉരയ്ക്കും. അതുകൂടാതെ ചാരയിട്ട് ഉരയ്ക്കും ഉളുമ്പ് പോവാൻ. എന്നിട്ട് അങ്ങനെ അത് കഴിഞ്ഞേച്ചാണ് പിന്നെ നന്നാക്കി ആദ്യം ചെതുമ്പല് കളഞ്ഞേച്ച് ഇങ്ങനെ ഉരയ്ക്കും. അങ്ങനെയൊക്കെ നന്നാക്കി എടുക്കണത്. അതൊന്നും ഞാൻ അങ്ങനെ നന്നാക്കിയിട്ടില്ല. ഇവിടെ അങ്ങനത്തെ മീൻ മേടിക്കൂല. ഇവിടെ മേടിക്കുന്നത് മാർക്കറ്റിൽ നിന്ന് ഈ കൊഴുവ, പിന്നെ ഇത് ചാള, അയില, പച്ചച്ചെമ്മീൻ, പിന്നെ നുറുക്കുമീൻ മേടിക്കും. ഇത് കറ്റ്ല അത് മാർക്കറ്റിൽ നിന്നല്ല മേടിക്കുന്നത്. അപ്പൊ ഈ ഐലൻഡിൽ പോകുമ്പോ തൃപ്പൂണിത്തുറ മെഡിക്കൽ ഷോപ്പിലും പോട്ടെ ഈ കോൾഡ് സ്റ്റോറേജിൽ നിന്ന് സ്ഥിരം മേടിക്കും. പക്ഷെ വെട്ടി കിട്ടൂല. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലേല് കൊണ്ടുവന്ന് വെച്ച് ഞാൻ ചെത്തു. അതെനിക്ക് അറിയായിരുന്നു. അതെനിക്ക് വെല്ലുവിളി ഇല്ലാതെ നന്നായിട്ട് അറിയായിരുന്നു. അത് എന്നാന്ന് വെച്ചാൽ വീട്ടിൽ മീൻ കിട്ടുമ്പോ കോട്ടപ്പടിയിൽ അമ്മയൊക്കെ ചെത്തി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ ശരിക്കും മീൻ ചെത്തണ ഞാൻ മനസ്സിലാക്കിയത് വെട്ടിക്കാട്ടുമുക്കില് അപ്പൂന്റെ വത്സ ചേച്ചി, അതായത് എൻ്റെ മൂത്ത അമ്മായിയുടെ കൊച്ചേട്ടൻ രണ്ടാമത്തെ മോൻ തോമസ് കുട്ടി ചാച്ചന്റെ ആന്റി വത്സ ആന്റി ഞാൻ വെട്ടിക്കാട്ടുമുക്കിൽ അവധിക്കൊക്കെ താമസിക്കാൻ പോകുമ്പോ അവിടെ ഇങ്ങനെ മീൻ കിട്ടുമ്പോ വത്സ ആന്റി നല്ല ഭംഗിയായിട്ട് ചെത്തും. അതുപോലെ വാളമീൻ അവിടെ പിടിക്കുമ്പോ പുഴയോരത്തല്ലേ വീട് തറവാട്, വാളമീൻ പിടിക്കുമ്പോ പുള്ളിക്കാരി എന്തോ ഈർക്കിളി ഇങ്ങനെ കടത്തി വെച്ച് ഇങ്ങനെ വലിച്ചെടുക്കും അതിന്റെ തൊലി. അപ്പൊ അത് എനിക്കറിയില്ല ഇപ്പോഴും. എന്റെ നാത്തൂൻ ചെയ്യൂ കേട്ടോ, എനിക്കറിയില്ല തൊലി കളയാൻ അതിന്റെ ഈ വളമീൻ്റെ. ഇപ്പൊ പിന്നെ എല്ലാം ക്ലീൻ ചെയ്തല്ലേ. അപ്പൊ ഈ ചെത്തണത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് വെട്ടിക്കാട്ടുമുക്കിലെ വത്സ ചേച്ചിയുടെ കയ്യിൽ നിന്നാ. അതായത് എന്റെ ഒരു നാത്തൂൻ തന്നെ അമ്മായിയുടെ മകന്റെ ഭാര്യ, പുള്ളിക്കാരി ഭയങ്കര മിടുക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പൊ അങ്ങനെ കണ്ട് പരിചയിച്ചുകൊണ്ട് എനിക്ക് മീൻചെത്തൽ അത് വലിയ ടാസ്ക് അല്ല. അപ്പൊ എനിക്ക് പക്ഷെ ഒരു ചെറിയ പേടിയുണ്ട്. അതായത് ചെത്തുമ്പോ ദശപ്പേട്ട് കേറിപ്പോയാ കുറെ ദശ പോരൂല്ലേ. പക്ഷെ ഇവിടത്തെ കത്തിക്ക് ഭയങ്കര മൂർച്ചയാ. അപ്പൊ കത്തി എടുക്കുമ്പോ
കത്തിക്കുമ്പോഴേ അമ്മച്ചി പറയും സൂക്ഷിക്കണം സൂക്ഷിക്കണം, കത്തിക്ക് മൂർച്ചയുണ്ട്, കൈ മുറിക്കരുത് മുറിക്കരുത് എന്ന് പറയുമായിരുന്നു. അപ്പൊ ഇങ്ങനെ അമ്മച്ചി അതൊക്കെ ശ്രദ്ധിക്കും, വളരെ ശ്രദ്ധിക്കും. അപ്പൊ എന്നോട് അമ്മച്ചി ഇങ്ങനെ ചെതുമ്പല് കളയുക. അപ്പൊ എനിക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെതുമ്പ് ഇഷ്ടമല്ല, എനിക്കിങ്ങനെ ചെത്തി കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വെള്ളി നിറത്തിൽ കിട്ടും, അതാ എനിക്ക് ഇഷ്ടം. അപ്പൊ അമ്മച്ചി എന്നോട് പറയും ഞാൻ ചെതുമ്പല് കളഞ്ഞോളാം, അവിടെ ഇരുന്നോട്ടെ എന്ന് പറയും. അപ്പൊ ഞാനും ഓർക്കും അത് പ്രായമായി, അപ്പൊ പിന്നെ വേണ്ട ഞാൻ ചെത്തി എടുക്കാന്ന് ഓർത്തിയും നല്ല തണുപ്പ് ഇതിലാ കൊണ്ടുപോന്നെ, കോൾഡ് സ്റ്റോറേജിൽ നിന്ന് വരുമ്പോ ഇത് സാധനം കൊണ്ടുപോന്നെ. അപ്പൊ ഇങ്ങനെ ചെത്തി ചെത്തി ഇങ്ങനെ എടുത്ത് നല്ല വൃത്തിയായിട്ട് എടുക്കും. പിന്നെ നുറുക്കലൊക്കെ അമ്മച്ചിയാ, ഞാൻ ചെത്തിയാ കൊടുക്കണത്, അമ്മച്ചി നുറുക്കും, എന്നിട്ട് വേവിക്കുന്നത് അമ്മച്ചിയാ. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ ഞാൻ വേവിച്ചു തുടങ്ങി. പക്ഷെ ഞാൻ അന്നത്തെ കാലത്തൊന്നും പിരിയമുളകിന്റെ ഇതൊന്നും കിട്ടൂല, നമ്മൾ അന്നൊന്നും മീൻ വെക്കുമ്പോഴൊന്നും ഒട്ടും പെർഫെക്റ്റ് ആയിരിക്കൂല. ഈ കമ്പനിയിൽ മീൻ വേവിക്കുന്നത് എപ്പോഴും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇതൊക്കെ വരട്ടി ആയതുകൊണ്ട് ഇവിടെ ഓരോ ആവശ്യത്തിന് ആ പാചകക്കാരനെ വിളിച്ച് ചെയ്യിക്കുമായിരുന്നു പണ്ട്, ഇങ്ങനെ ഓരോ ചടങ്ങുകൾ വരുമ്പോ. അപ്പൊ അന്നേരം അമ്മച്ചി ഇത് മനസ്സിലാക്കിയതുകൊണ്ട് അമ്മച്ചി മുളക് വരട്ടിയൊക്കെ വെക്കും. പക്ഷെ ഇങ്ങനത്തെ കളർ കിട്ടൂല, കാരണം എന്താണെന്ന് വെച്ചാൽ പിരിയമുളകും കൂടെ ചേർന്നാലല്ലേ കളർ കോമ്പിനേഷൻ നല്ല ഇതാവുള്ളൂ. പക്ഷെ ഇവിടെ കൊഴുപ്പ് ഇവിടെ വരട്ടിയായിരുന്നു വെച്ചോണ്ടിരുന്നത്. പിന്നെ നുറുക്കിയൊക്കെ അമ്മച്ചി എടുത്തോളും, ഞാനിങ്ങനെ ചെത്തി കൊടുക്കും. അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ അമ്മച്ചി ഇങ്ങനെ അവിയലിനും സാമ്പാറിനൊക്കെ അരിയണേ ഒരേ രീതിയിൽ എല്ലാം അരിഞ്ഞു വെച്ചും പീസുകൾ അരിയുമായിരുന്നു, കനം കുറച്ച് ഒരേ തിക്നെസ്സില്. പക്ഷെ ഞാൻ ശ്രമിച്ചാൽ അങ്ങനെ വരില്ല. പിന്നെ അമ്മച്ചി ചക്കക്കുരു ഒരുക്കിയ നല്ല രസം, ഓർക്കണില്ലേ ചക്കക്കുരു ഒരുക്കി ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചേക്കണ കണ്ട നല്ല രസം, മുത്തുമണി പോലെ ഇരിക്കും. അന്ന് കുക്കറൊക്കെ ഉപയോഗിക്കാറ്? ഇല്ല, ഞാൻ കുക്കർ ഉപയോഗിച്ചത് ഞാൻ ഓർക്കാം. ഒരു പ്രാവശ്യം കോട്ടപ്പടിയിലെ അമ്മായി ഇവിടെ വന്നു, അമ്മച്ചി അപ്പച്ചനൊക്കെ ഉള്ളപ്പോ, നീ ചെറുതാന്ന് അന്ന് വന്നപ്പോ അമ്മായി എന്നോട് പറഞ്ഞു ഇവിടെ പ്രഷർ പാനും ഉണ്ട് പ്രഷർ കുക്കറും ഉണ്ട്. എന്നിട്ട് അമ്മായി വൈകുന്നേരം ഇപ്പൊ തിരിച്ചു പോയി, അവര് തിരുമറിയൂർ വന്നേച്ച് ഇതിലേ വന്നതാ, ഉണ്ടാനൊന്നും വന്നതല്ല. അപ്പൊ ഉച്ച കഴിഞ്ഞ് ഇതിലെ പോണ വഴിയും കണ്ടാ വന്നേ. അന്നേരം എന്നോട് പറഞ്ഞു കുക്കറിലെ പയറ് ഇങ്ങനെ കൊണ്ടുപോവാൻ ഞാൻ കാണിച്ചു തരാന്നും പറഞ്ഞ് പ്രഷർ പാൻ എടുത്തെന്നിട്ട്. എനിക്കറിയില്ല അന്ന് കുക്കർ ഉപയോഗിക്കാൻ, പ്രഷർ പാനും പ്രഷർ കുക്കറും ഉണ്ട് ഇവിടെ. അതൊക്കെ വില്യന്റിനെ കൊണ്ട് അപ്പം മേടിപ്പിച്ചേക്കണം. എന്നിട്ട് പ്രഷർ പാൻ എടുത്തേച്ച് അമ്മായി എന്നോട് പറഞ്ഞു പയറൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇത് ചെയ്തേച്ചാ ചെയ്യണ്ട, അപ്പൊ ഗ്യാസ് കുറച്ച് ലാഭിക്കാം. പക്ഷെ ഇപ്പൊ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് പയറെടുത്ത് വെള്ളത്തിലിടാനുള്ള സമയമില്ല, പയറൊക്കെ കല്ല് കളഞ്ഞെടുത്തേച്ച് വൻപയറുണ്ടായിരുന്നു. എന്നിട്ട് അത് വേവിച്ച് എന്നെ കാണിച്ച്, എന്നിട്ട് എന്നോട് പറഞ്ഞു ഇച്ചിരി വെള്ളം മോളെ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, അത് നമുക്ക് ഉലർത്തുമ്പോൾ വറ്റിച്ചെടുത്താൽ മതിയെന്ന്. എന്നിട്ട് അങ്ങനെയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു കുക്കർ നീ ഓൺ ചെയ്തേച്ച്, പ്രസ്റ്റീജിന്റെ പ്രഷർ പാനും പ്രഷർ കുക്കറും ആയിരുന്നു അന്നത്തെ, നീ ഓൺ ചെയ്തേച്ച് അടുത്തൊന്നും നിൽക്കരുത്, ചിലപ്പോൾ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് തെറിക്കും, വളരെ ശ്രദ്ധിച്ചോളണം, മുഖത്തേക്കൊക്കെ തെറിച്ച ഭയങ്കര വിഷയമാവും. അതുപോലെ അതിന്റെ വാൽവിന്ന് ആവി പോണുണ്ടോന്ന് നോക്കിക്കോളണം, ഇല്ലെങ്കിൽ അപ്പൊ ഓഫ് ചെയ്തോളണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ കോട്ടപ്പടിയിലെ അമ്മായി എനിക്കിങ്ങനെ പാചകത്തിന്റെ പറഞ്ഞു തന്നേക്കണേന്ന് നിങ്ങളോട് പറയാറില്ല. അപ്പൊ അമ്മായി ഇവിടെ വെച്ച് ഒരു പ്രാവശ്യം പയറ് വേവിച്ച്, അപ്പൊ അമ്മച്ചി പറഞ്ഞു വേവിച്ച് കഴിഞ്ഞപ്പോ അമ്മച്ചി പറഞ്ഞു അമ്മച്ചി ഉലർത്താന്ന് പറഞ്ഞു വേണ്ട ഞാൻ ഉലർത്തി വെച്ചേച്ച് പൊക്കോളാന്ന്. അപ്പൊ അമ്മായി തന്നെയാന്ന് ഉലർത്തി കാണിച്ചു തന്നു. അപ്പൊ ആദ്യമായിട്ട് പിന്നീട് ഉപയോഗിച്ചപ്പോ പിന്നെ പേടിയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പേടിയൊന്നും എനിക്ക് അങ്ങനെ ഇല്ല അന്നും. പേടിയല്ല എനിക്കിങ്ങനെ ഇത്. അപ്പൊ എന്നോട് അല്ല അങ്ങനെയൊന്നും അല്ല, അത് പറയാൻ പാടില്ല, പേടിയല്ല. എന്നോട് അമ്മായി പറഞ്ഞിട്ടുണ്ട് എടി വെള്ളം ഒട്ടും കുറഞ്ഞു പോകരുത്, ഫ്ലെയിം ഇങ്ങനെ വിസിലടിച്ചിടും. അന്നിങ്ങനെ കണ്ടിന്യൂസ് വിസിലടിക്കുന്ന കുക്കറാ, ഇങ്ങനെ ഇങ്ങനെ അടിച്ചേച്ച് നിക്കണ കുക്കറല്ല. അപ്പൊ എന്നോട് പറയും എപ്പ സൗണ്ട് നിന്നാലും അപ്പൊ ഓഫ് ചെയ്തോളണമെന്ന് പറയും. അപ്പൊ എന്നോട് പറയും വെള്ളം കുറച്ച് കൂടുതൽ വെച്ചോ, ഇച്ചിരി ചീറ്റൽ പോലെയൊക്കെ വരുള്ളൂ, അപ്പൊ സിമ്മിലേക്ക് ആക്കി, അങ്ങനെ ചീറ്റൂല. എന്നിട്ട് വെള്ളം കുറഞ്ഞു പോയാൽ അടി പിടിച്ചു പോകും, കരിഞ്ഞു പോകും. അപ്പൊ അത് നമ്മൾ അറിയൂല, നീ ഉപയോഗിച്ചിട്ടില്ലോ. അപ്പൊ എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. പക്ഷെ ഇവിടെ കുക്കർ അടുപ്പത്ത് വെക്കുമ്പോഴേ മുതല് ഹസ്ബൻഡ് ഇവിടെയുള്ള സമയമാണെങ്കിൽ ഇരുന്നുകൊണ്ട് പറയും അതിലൊന്നും സൂക്ഷിക്കണോന്ന്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയാ. അതുകൊണ്ട് ശരിക്കും കുക്കിങ്ങില് ഒരു ലൈഫ് സേവിംഗ് അല്ലേ, നല്ലതാ, ഒരുപാട്. പിന്നെ പിന്നെ അതിന്റെ സേഫ്റ്റി വാൽവ് 2 or 3 പ്രാവശ്യം ഈ സേഫ്റ്റി വാൽവില് നമ്മള് ഈ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ സേഫ്റ്റി വാൽവിലൂടെ ഇതിന്റെ എയർ പോയി സേഫ്റ്റി വാൽവ് പൊട്ടിക്കഴിഞ്ഞാൽ അതികൂടെ ആവി പോകാനായിട്ട് വരും. അങ്ങനെ 1-2 പ്രാവശ്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് മിക്കവാറും ഈ പയറ് പരിപ്പ് അങ്ങനെയുള്ളത് വെക്കുമ്പോഴാണ് സംഭവിക്കുക. അത് നമുക്ക് ഇത് പൊട്ടുമ്പോ പെട്ടെന്ന് ഗ്യാസ് അതികൂടെ വരുമ്പോ നമുക്കറിയാം, അപ്പൊ ഗ്യാസ് കുക്കർ ഓഫ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അല്ല അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ എല്ലാവർക്കുടെ വ്യക്തികൾക്കും ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സേഫ്റ്റി വാൽവ് മാറണമെങ്കിൽ അന്ന് ഇവിടെ ഇല്ല, തൃപ്പൂണിത്തുറ കൊണ്ടുപോകണം. ഇന്നാണെങ്കിൽ മണന്തുരുത്തിൽ തന്നെ ഇഷ്ടംപോലെ കടകളുണ്ട്, പക്ഷെ അതിവിടെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് തരുവായിരുന്നു.
ആയിരുന്നു. എനിക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കാൻ അങ്ങനെ പേടിയൊന്നുമില്ല. പക്ഷെ പിന്നെ ഇതിന് എത്ര സമയം എടുക്കും. അപ്പൊ എന്നോട് അമ്മായി അന്ന് എന്തോ പറഞ്ഞു, പയറിന് ഇത്ര മിനിറ്റ് മതി, പിന്നെ പല പയറിനും പല വേവായിരിക്കും. അമ്മായി അന്ന് ഉസ്താദ പാചകത്തിന്, നല്ല മിടിക്കുക, മോഡേൺ ആയിട്ടുള്ള പാചകങ്ങളൊക്കെ അന്നും പുള്ളിക്കാരി ട്രൈ ചെയ്യും. അതിനെന്താ വെച്ചാൽ ഇച്ചാച്ചന്റെ വീട്ടിൽ ഇങ്ങനെ ഇച്ചാച്ചന്റെ അമ്മയൊക്കെ പഴയ ആൾക്കാരാണെങ്കിലും കുറെ പാചകക്കാരായിരുന്നു. അനിയന്റെ ഭാര്യ നല്ല എക്സ്പേർട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഗതികള്, അതൊക്കെയാണ് കാര്യങ്ങള്.